ഗുഡ് മോർണിംഗ്. RRBജിയുടെ നോട്ടിഫിക്കേഷൻ എന്തെയാ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. ഓരോ സോൺ വൈസ് ഇലക്ട്രിക്കലിന് എത്ര, സിവിലിന് എത്ര, മെക്കാനിക്കലിന് എത്ര വേക്കൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്നെ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അതിൽ CN നമ്പർ വന്നിട്ടുള്ളത് 3/2024 ഓക്കെ. റിക്രൂട്ട്മെന്റ് ഓഫ് JDMS CMA എന്താണ് പറഞ്ഞേക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഡേറ്റ് ഓപ്പൺ ചെയ്യുന്നത് 30/7/2024. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 29/8/2024 ക്ലോസിംഗ് ഡേറ്റ് ഉള്ളത്. പിന്നെ എന്താ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും നിങ്ങൾ എന്താ അപ്ലൈ ചെയ്യുമ്പോൾ വിത്തൗട്ട് എറേഴ്സ് എന്താ നോക്കുക. അങ്ങനെ എന്തെങ്കിലും എറേഴ്സ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ കറക്ഷൻസ് ചെയ്യാനുള്ള വിൻഡോ ഡേറ്റ് 30/8 തൊട്ട് 8/9 വരെയാണ് ഉള്ളത്. പിന്നെന്താ CMA മെറ്റലർജിക്കൽ സൂപ്പർവൈസർ ലെവൽ 7 44,900 തൊട്ട് 18 തൊട്ട് 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. 17 വേക്കൻസിയാണ് ഉള്ളത്. JEDMS CMA ഒക്കെ പറഞ്ഞത് 35,400 സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. 18 തൊട്ട് 36 വയസ്സ് വരെ 7,934 7,951 ടോട്ടൽ വേക്കൻസീസ് ഉള്ളത്. സോൺ വൈസ് കാര്യങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നുണ്ടാവും. ഓക്കെ. അതേപോലെ ഇതിലിപ്പം ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ നിങ്ങളുടെ ഫൈനൽ റിസൾട്ട് നിങ്ങൾക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ ദേ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ. ഓക്കെ. ദേ ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ. അതേപോലെ നിങ്ങൾക്ക് എന്താ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഒരു RRBയിലേക്ക് മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു RRB സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ അത് ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. അത് തന്നെയായിരിക്കും എന്താ ഫൈനലായിട്ട് ഉണ്ടാവുക. ഓക്കെ. പിന്നെ മെഡിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം പറഞ്ഞിട്ട് the candidates must ensure that they fulfill the prescribed medical standard for the post they are opting. മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിരുന്നു നമുക്ക് പറയുന്നുണ്ടാവും. പിന്നെ സ്കെയിൽ ഓഫ് പേ നമ്മൾ പറഞ്ഞു. പിന്നെ ഇത് 2 സ്റ്റേജ് എക്സാം ആണുള്ളത്. 2 സ്റ്റേജസ് CBT 1 ആൻഡ് CBT 2. പിന്നെന്താ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെന്താ മെഡിക്കൽ എക്സാമിനേഷൻ. ഇതാണ് എന്താ സെലക്ഷൻ പ്രോസസ്സ്. ഓക്കെ. സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ 2 CBT കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ. പിന്നെ CBT 1 CBT 2, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. അതേപോലെ നിങ്ങൾ CBT 1 പാസ്സായി കഴിഞ്ഞാൽ CBT 2ലേക്ക് ഉണ്ടാവും. CBT 2ലേക്ക് എത്ര ആൾക്കാരാണോ ഉള്ളത് അതിനെന്ത് 15 ടൈംസ് ആയിരിക്കും ഉണ്ടാവുക. അതായത് എത്ര വേക്കൻസി ആണോ റിപ്പോർട്ട് ചെയ്തത് അതിന് 15 ടൈംസ് ആണ് എന്ത് CBT 2ലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. അതായത് 10 വേക്കൻസി ഉള്ളെങ്കിൽ 150 ആൾക്കാർ എന്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. പിന്നെന്താ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതൊരു ജസ്റ്റ് ഒരു പാസ് എന്നുള്ളതാണ്, ക്വാളിഫയിങ് നേച്ചറാണ്. രണ്ടാമത്താണ് എന്ത് ചെയ്തേക്കുന്നത് CBT 2ന്റെ മാർക്കിനെ ബേസ് ആയിട്ടായിരിക്കും എന്ത് ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ ദ സെക്കൻഡ് സ്റ്റേജ് CBT will be based on the merit of candidates in the first stage of CBT as per the reservation of vacancies as applicable. And the RRB based shortlisting candidates for second stage CBT shall be informed through the official websites of RRBs via email or download to appear for CBT. Okay. പിന്നെ നിങ്ങൾക്ക് നമ്മളെ ഫീസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 500ഉം 250ഉം. നിങ്ങൾ എന്ത് എക്സാം എഴുതി കഴിഞ്ഞാൽ അതിൽ എന്ത് ഡിഡക്ട് ചെയ്തിട്ട് റീഫണ്ട്, ബാക്കിയുള്ള എമൗണ്ട് എന്ത് റീഫണ്ട് ആക്കി തരുന്നുണ്ടാവും. ഓക്കെ. വേക്കൻസീസും അതേപോലെ പോസ്റ്റ് പാരാമീറ്റേഴ്സും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. A3 B1 B2 C1. ഓക്കെ. ഡിസ്റ്റൻസ് A3 ഫിസിക്കൽ ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. B1 എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഫിറ്റ് ഇൻ ഓൾ റെസ്പെക്ട്. A3യുടെ കേസിൽ ഡിസ്റ്റൻസ് വിഷനും നിയർ വിഷനും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. 6/9 6/12. ഓക്കെ. B2 C1. ഓക്കെ. നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ. ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതിൽ എന്ത് ഡേറ്റ് ഓഫ് ബർത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പർ ലിമിറ്റ് അതായത് അൺറിസർവ്ഡ് കേസിലാണെന്നുണ്ടെങ്കിൽ 1902 1989 ശേഷം ജനിച്ചവരായിരിക്കണം. OBC NCL ആണെങ്കിൽ 1986 ശേഷം ജനിച്ചവരായിരിക്കണം. SC ST 1984 ശേഷം ജനിച്ചവരായിരിക്കണം. 1/1/2007 മുന്നേ ജനിച്ചവരായിരിക്കണം. ഓക്കെ. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഏജ് ടാക്സേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. 500 രൂപ 250 രൂപയാണ്. പിന്നെ എന്താ നിങ്ങൾക്ക് അവിടെ 100 രൂപ എന്താ എല്ലാ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ 400 രൂപ അവിടെ റീഫണ്ട് ആക്കി തരുന്നുണ്ട്. നിങ്ങൾ എന്താ അവിടെ എക്സാം CBT 1 എഴുതി കഴിഞ്ഞാൽ ഓൺലൈൻ മോഡ് മാത്രമേ പേയ്മെന്റ് ഉള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് IFSC കോഡും കാര്യങ്ങളൊക്കെ അക്കൗണ്ട് നമ്പർ IFSC കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കണം. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. CBT 1 CBT 2 ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ. The candidates who are shortlisted for second stage available in the
CAVT reservation benefits of community PWD shall continue to be considered only against that community for all subsequent stages of recruitment process. അതായത് നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറിയിലാണ് നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ആയിരിക്കും നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് സ്റ്റേജ് പറഞ്ഞാൽ 90 മിനിറ്റ് ആണ്, 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മാത്സ്, ജനറൽ ഇന്റലിജൻസ് റീസണിങ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്. മാത്സിന് 30 മാർക്ക്, ജനറൽ ഇന്റലിജൻസ് റീസണിങ്ങിന് 25 മാർക്ക്, ജനറൽ അവയർനെസ്സിന് 15 മാർക്ക്, ജനറൽ സയൻസിന് 30 മാർക്ക്. ഓക്കെ, ടോട്ടല് 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്. ഓക്കെ, 90 മിനിറ്റ് ആണുള്ളത്. സെക്കൻഡ് സ്റ്റേജ് CBT എന്ന് വെച്ചാൽ 15 ടൈംസ്, അതായത് നിങ്ങൾ എത്ര വേക്കൻസി ഉള്ളത് 15 ടൈംസ് ആയിരിക്കും അവർ സെക്കൻഡ് സ്റ്റേജിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവുള്ളൂ. 120 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 150 ആണ്. സിലബസ് ജനറൽ അവയർനെസ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ, പിന്നെ എന്താ ടെക്നിക്കൽ എബിലിറ്റീസ്. ജനറൽ അവയർനെസ്സിന് 15 മാർക്ക്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി 15, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ആപ്ലിക്കേഷന് 10 മാർക്ക്, ബേസിക്സ് ഓഫ് എൻവയോൺമെന്റ് ആൻഡ് പൊല്യൂഷൻ കൺട്രോൾ 10 മാർക്ക്, ടെക്നിക്കൽ എബിലിറ്റീസ് 100 മാർക്ക്, ടോട്ടൽ 150 മാർക്ക്. 120 മിനിറ്റ് ആണ് ഉള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, വെർച്വൽ കാൽക്കുലേറ്റർ വിൽ ബി മെയ്ഡ് അവൈലബിൾ ഓൺ കമ്പ്യൂട്ടർ മോണിറ്റർ ഡ്യൂറിംഗ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT. വെർച്വൽ കാൽക്കുലേറ്റർ എന്താ സെക്കൻഡ് സ്റ്റേജിൽ എന്താ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. വെർച്വൽ കാൽക്കുലേറ്റർ ഉണ്ടാവും. ഓക്കെ, അതേപോലെ പറഞ്ഞാൽ സെക്ഷൻ വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഗിവൺ ഇൻ ദ അബൌട്ട് ടേബിൾ ഇസ് ഓൺലി ഇൻഡിക്കേറ്റീവ് ആൻഡ് ദർ മേ ബി സം വേരിയേഷൻസ് ഇൻ ദി ആക്ച്വൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പിന്നെ എന്താ മെക്കാനിക്കൽ പ്രൊഡക്ഷൻ, അവർക്കൊക്കെ എന്താ മെക്കാനിക്കൽ അപ്ലൈ പറ്റും. ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, ഈ കമ്മ്യൂണിക്കേഷൻ, അതേപോലെ ഇൻസ്ട്രുമെന്റേഷൻ, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആർക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, സിവിൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ്, BSc കെമിസ്ട്രി ഫിസിക്സ് CMA ഗ്രൂപ്പിലായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ നോർമലൈസേഷന്റെ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. Okay. ഇതിലിപ്പം പിന്നെ മീഡിയം ഓഫ് എക്സാമിനേഷൻ പറയുന്നുണ്ട്. ഇതിൽ മലയാളം പറയുന്നുണ്ട്, പക്ഷെ നിങ്ങൾ എന്താ ഇംഗ്ലീഷ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം CBT 1 കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റെക്ടാങ്കിൾ, അതിന് ചതുരം, പിന്നെ ഏരിയ, വിസ്തീർണം, അങ്ങനെ പല ടേംസ് ഒക്കെ നിങ്ങൾ ഏരിയ അങ്ങനെയൊക്കെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ അത് എന്താ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷിന്റെ അവിടെ ഡിഫോൾട്ട് ആയിട്ട് അവിടെ ഉണ്ടാവും. അപ്പൊ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, ഇംഗ്ലീഷ് അവിടെ ഡിഫോൾട്ട് ആയിട്ട് എന്തായാലും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ആയിട്ടുണ്ടാവുക. എനിക്ക് അല്ലെങ്കിൽ മലയാളമൊക്കെ ഞാൻ ചൂസ് ചെയ്താൽ ചിലപ്പോൾ ഇതേപോലെ ചിലപ്പോൾ എന്താ പണി കിട്ടാൻ സാധ്യത. അതുപോലെ നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഒക്കെ എന്താ ഈ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിൽ തന്നെ എന്താ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് തഹസിൽദാർ അല്ലെങ്കിൽ തഹസിൽദാറിന്റെ അബോവ് റാങ്കിലുള്ളവരായിരിക്കണം സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനൊക്കെ എന്താ സർട്ടിഫിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യേണ്ടത്. ഓക്കെ, ഇതൊക്കെ സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ നോക്കാം. ഓക്കെ, പിന്നെ എന്താ ഡീറ്റെയിൽഡ് സിലബസും കാര്യങ്ങളൊക്കെ എന്താ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ സിലബസ് തന്നെയാണ്, അതിലങ്ങനെ ചേഞ്ചസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓക്കെ ഓക്കെ, ഇനി എന്താ നമുക്ക് പാരാമീറ്റേഴ്സിലേക്കും അതേപോലെ കാര്യങ്ങളിലേക്കും പോവാം. ഓക്കെ, ഇതിലിപ്പം ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കലിലാണെങ്കിൽ C1 പാരാമീറ്റേഴ്സ് മതി. ജനറൽ സർവീസിലാണെങ്കിൽ B1 പാരാമീറ്റർ വേണം. EMN/TRS-ലാണെങ്കിൽ A3 പാരാമീറ്റേഴ്സ് ആണ് വേണ്ടത്. ആ A2 B2 പാരാമീറ്റേഴ്സ് ഡിസൈൻ ബേസിൽ എന്ത് പാരാമീറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതിന് വെച്ചിട്ട് എന്താ നിങ്ങൾക്ക് നോക്കാം. പിന്നെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞേക്കുന്നത് 3-year ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഓർ എ കോമ്പിനേഷൻ ഓഫ് എനി സബ്സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നല്ല രീതിയിൽ. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യാം ഇവിടെ കൊടുത്തേക്കുന്ന ക്വാളിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ നോക്കുക, ഇതിൽ ഏത് സ്റ്റാൻഡേർഡ് ആണെന്നുള്ള സ്റ്റാൻഡേർഡിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു രീതിയിൽ എന്ത് നമുക്ക് നോക്കാം. ഇനിയിപ്പോ അടുത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെന്താ മെർജ് ചെയ്ത കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ജൂനിയർ ഇലക്ട്രിക്കൽ ഡിസൈൻ ഡ്രോയിങ് എസ്റ്റിമേഷൻ എന്നുള്ളത് എന്താ ബിഫോർ മെർജ്ഡ്, ആഫ്റ്റർ മെർജ് എന്ത് ചെയ്തു ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതാണ് അവിടെ കൊടുത്തേക്കുന്നത്. നമുക്കിനി വേക്കൻസീസിലേക്ക് പോവാം. നമ്മളിപ്പം കേരളത്തിലുള്ളവർ മെയിൻ ആയിട്ട് ചെന്നൈ, ബാംഗ്ലൂർ, അതേപോലെ ട്രിവാൻഡ്രം ആയിരിക്കും കൂടുതലായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക അല്ലെ. അപ്പൊ നമുക്ക് എന്താ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ബാംഗ്ലൂരിലേക്ക് നോക്കാം. ബാംഗ്ലൂരിലേക്ക് നോക്കുകയാണെങ്കിൽ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഡിസൈൻ ഡ്രോയിങ് പ്രൊഡക്ഷനിലേക്ക് 9 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. ജനറൽ സർവീസിനേഴ്സിൽ 8 വേക്കൻസീസ്, EMU/TRS ഒരു വേക്കൻസി, TRD 34, ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിൽ 7ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തിരി 9, 10, 18, 34, 52, 59 അല്ലെ. 57 വേക്കൻസിയാണ് ബാംഗ്ലൂരിലുള്ളത്. അതായത് ടോട്ടൽ കേസിലാണ്. ഓക്കെ, ടോട്ടൽ കേസിൽ 50 വേക്കൻസിയാണ് ഉള്ളത്.
ഇലക്ട്രിക്കലിന്റെ കേസിൽ. ബാക്കി സിവിൽ, മെക്കാനിക്കൽ, സിവിലിന്റെ കേസിലൊക്കെ എന്താ കുറേ ഉണ്ട്. 102 വേക്കൻസി ഒക്കെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 39, 36. ടോട്ടൽ 397 വേക്കൻസിയാണ് ബാംഗ്ലൂരിലുള്ളത്. ഇനി അടുത്ത ചെന്നൈയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ചെന്നൈ. ഓക്കെ, ചെന്നൈയില് ഇലക്ട്രിക്കലില് 16 ഉണ്ട്. പിന്നെ 11, 32, 44, 42, 5, 86, 91, 102, 134, 150 വേക്കൻസിയാണ് ചെന്നൈയിലുള്ളത് കേട്ടോ. ചെന്നൈയിൽ 150 വേക്കൻസിയാണ് ഇലക്ട്രിക്കലിനുള്ളത്. ബാക്കി സിവിലും മെക്കാനിക്കലിനും അത്യാവശ്യം കാണുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി അടുത്തത് എന്താ? ട്രിവാൻഡ്രം ആയിരിക്കും മോസ്റ്റ് പ്രോബ്ലം എല്ലാവരും അപ്ലൈ ചെയ്യുന്നുണ്ടാവും. വേറെ ഏതെങ്കിലും സോൺ അപ്ലൈ ചെയ്യാറുണ്ടോ? അഹമ്മദാബാദ് കുറച്ച് പേര് അപ്ലൈ ചെയ്യാറുണ്ടോ അല്ലേ? ഓക്കെ, ഇനി ട്രിവാൻഡ്രം സോണിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ട്രിവാൻഡ്രം സോണിൽ ഇലക്ട്രിക്കൽ ജനറൽ സർവീസിൽ 15, ഇലക്ട്രിക്കൽ ടി ആർ ഡിയിൽ 17. ഓക്കെ, 15, 17 എത്ര? 32 വേക്കൻസിയാണ് ട്രിവാൻഡ്രം സോണിൽ ഉള്ളത്. 32 വേക്കൻസീസ് ആണ് ഇലക്ട്രിക്കലിനുള്ളത്. ടെലികമ്മ്യൂണിക്കേഷന് ഇവിടെ 9 വേക്കൻസീസ് ഉണ്ട്. സിഗ്നൽ 4 വേക്കൻസീസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 7,951 വേക്കൻസീസ് ആണ് RRB ജെയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.